ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ നേപ്പാളിലുണ്ട്. അപ്പോൾ നേപ്പാളിൽ നമ്മൾ ഇന്ന് പൊക്രയിലാണുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ മുക്തിനാഥ് പോയിട്ട് വീണ്ടും പൊക്രയ്ക്ക് തന്നെ വന്നു. പിന്നെ ഇവിടെ ഓവർനൈറ്റ് സ്റ്റേ ചെയ്തു. അപ്പോൾ നമ്മൾ ഇന്ന് പൊക്രയിൽ നിന്ന് നമ്മൾ ചിത്വാനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിത്വാനിലെ പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ. ഇപ്പോൾ നമ്മൾ പൊക്കാറയിലുള്ള കസ്കി എന്ന് പറയുന്ന ഒരു ജില്ലയിലാണ്. ഇപ്പോൾ നമ്മൾ ഈ ഭാഗത്തൊക്കെ കുറച്ചൊക്കെ ട്രാഫിക് ഉണ്ട് കേട്ടോ. നമ്മൾ പൊതുവേ നേപ്പാളിൽ ട്രാഫിക് ഒക്കെ കുറവായിട്ട് പോലെ തോന്നി. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് ഈ റൂട്ടിലൊക്കെ കുറച്ച് ട്രാഫിക്കൊക്കെ ഉണ്ട്. അപ്പോൾ കസ്കി എന്ന് പറയുന്ന ഈ ജില്ലയിൽ നിന്ന് ഇവിടെ നിന്ന് നമുക്ക് ഏകദേശം ചിത്വാനിലെത്താൻ ഒരു 5 മണിക്കൂറോളൊക്കെ യാത്ര ഉണ്ടാവും. പിന്നെ സോറി ഈ പറയുന്നത് ഈ റോഡ് കുറച്ച് മോശമാണെന്നാണ്. അത് വീതിയൊക്കെ ഉണ്ട്, വലിയ റോഡൊക്കെയാണ്. പക്ഷെ എന്താ വെച്ചാൽ പല സ്ഥലത്തും കുണ്ടും കുഴിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഇവിടെ ഇതാ നമ്മുടെ ഈ പൊക്കാറ ഇന്റർനാഷണൽ എയർപോർട്ട് നമുക്ക് ഇവിടെ കാണാം കേട്ടോ. ഇത് അത്യാവശ്യം വലുതാണ്. नेपाल का कौन सा एयरपोर्ट है बड़ा वाला? सबसे बड़ा तो वही काठमांडू का है। काठमांडू का है वो भी, ये भी अंतर्राष्ट्रीय उसको इंटरनेशनल एयरपोर्ट है। ये भी ठीक है ये भी अच्छा है, बहुत बड़ा है। അപ്പോൾ ഇതും പിന്നെ കാഠ്മണ്ഡുവിലുള്ള എയർപോർട്ടും ഇന്റർനാഷണൽ എയർപോർട്ടാണ്. ഭൈരവ लुम्बिनी पे है ना? हाँ, लुम्बिनी वो भी बड़ा है। वो सबसे बड़ा है। सबसे बड़ा है। ठीक है एरिया के हिसाब से। ഓക്കെ ഓക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ റോഡൊക്കെ കുറേ വീതിയൊക്കെ കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല ബിൽഡിങ്ങുകളും ഒക്കെ ഉള്ള ഏരിയ തന്നെയാണ്. പിന്നെ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മൾ ഇനി അടുത്ത കുറച്ച് ദിവസം 1-2 ദിവസം മിക്കവാറും നമ്മൾ ഈ ചിത്വാൻ എന്ന് പറയുന്ന ആ ഭാഗത്തുണ്ടാകും. അപ്പോൾ അവിടെ നമ്മൾ എന്തായാലും ഒരു നേപ്പാളി വില്ലേജിലും പിന്നെ അവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യും. പിന്നെ അവിടെ ഒരു നാഷണൽ പാർക്ക് ഉണ്ട്. പിന്നെ പോകുന്ന റൂട്ടിൽ നമുക്കൊരു കേബിൾ കാർ സ്റ്റേഷനൊക്കെ ഉണ്ട്. ഇവിടെ കുറേ സ്ഥലത്ത് കേബിൾ കാർ സ്റ്റേഷനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കേബിൾ കാർ സ്റ്റേഷൻ്റെ പേരെന്തായിരുന്നു? മുൻകാമന എന്ന് പറയുന്ന ഒരു കേബിൾ കാർ സ്റ്റേഷനിലാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറവ് അത് പിടിക്കും. പിന്നെ ഇവിടെ പോകുന്ന വഴിയിൽ ഇപ്പം അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ബീഫ് കിട്ടുന്ന സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ ബഫ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അതും ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈ നേപ്പാളിലെ നമുക്ക് 7 പിന്നെ സംസ്ഥാനങ്ങളാണുള്ളത്. അപ്പോൾ അതിൽ ഗണ്ഡകി എന്ന് പറയുന്ന ഈ സംസ്ഥാനത്തിനാണ്. ഈ പൊക്രയൊക്കെ ഗണ്ഡകിയിലല്ലേ ഉണ്ട്. പൊക്ര ബി ഗണ്ഡകി ആണ്. ആ പൊക്രയും ഗണ്ഡകിയാണ്. ഡിസ്ട്രിക്ട് ഞങ്ങൾ തനവ് എന്ന് പറയുന്ന ഒരു ജില്ലയിലെ കൊത്ര എന്ന് പറയുന്ന ഒരു സ്ഥലത്തൂടെ ഇപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ റോഡ് വികസനം ഉണ്ട് കേട്ടോ. പക്ഷേ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. അത് കാരണം കുറച്ച് ഓഫ് റോഡായിട്ടുള്ളത്. वो कौन सा नदी है? वो काली गंडकी है ना? वो काली गंडकी है। ओ वो भी काली गंडकी है? एक ही है। ഓക്കെ. അപ്പോൾ അത് ഈ പുഴയൊക്കെ നമ്മൾ മറ്റേ മുക്തിനാഥിലൊക്കെ പോയപ്പോൾ കണ്ടിരുന്ന ആ കാലി ഗണ്ഡകി എന്ന് പറയുന്ന ആ പുഴ തന്നെയാണ് കേട്ടോ. അത് ഇവിടെ സൈഡിൽ ഇങ്ങനെ പുഴ കാണാം നമുക്ക്. ഇവിടെ പിന്നെ ഇവർ റോഡ് പണിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഈ പുഴയിൽ തന്നെ എടുക്കുന്നതുകൊണ്ട് ഈ കല്ലും മണലും ഒക്കെ ഈ പുഴയിൽ തന്നെ എടുക്കുന്നുണ്ട്. ഓക്കെ. ഇവിടെ പിന്നെ നമ്മൾ റോഡ് സൈഡിലൊക്കെ സ്കൂളിലേക്ക് പോകാൻ പിള്ളേരൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഞായറാഴ്ച എന്ന് പറയുന്നത് ഇവിടെ അവധിയല്ല കേട്ടോ സ്കൂളൊന്നും. ഇവിടെ ശനിയാഴ്ചയാണ് അവധി. 2 दिन होता है इधर? ऑस्ट्रेलिया 2 दिन है। नहीं, नेपाल में तो 1 दिन है। 1 दिन है सिर्फ सैटरडे। ഓക്കെ. അപ്പോൾ ഇവിടെ ശനിയാഴ്ച മാത്രം ഹോളിഡേ ഉള്ളൂ. ഓ സർക്കാർ ഓഫീസുകളൊക്കെ അങ്ങനെ തന്നെ കേട്ടോ. സൺഡേ വർക്കിംഗ് ആണ്. 6 दिन വർക്കിംഗ്. ഇവിടെ സൈഡിലൊക്കെ കണ്ട അങ്ങനെ ഇടിച്ചെടുത്തിട്ട് അവിടുന്ന് മണ്ണൊക്കെ എടുക്കുന്നുണ്ട്. റോഡ് വീതി കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇത് ഇവരുടെ ഏറ്റവും പഴയ കാലത്തൊക്കെയുള്ള കൺസ്ട്രക്ഷൻ ആട്ടോ നേപ്പാളിയുടെ. അപ്പോൾ നമ്മൾ ചിത്വാനിക്ക് പോകുന്ന വഴിയിൽ ഹർഫു എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ആണ് എത്തിയിരിക്കുന്നത്. ഹർഫു ആണ് അത്ര. അപ്പോൾ ഇവിടെ ഇവിടുത്തെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഇവരുടെ ഒരു ഭക്ഷണ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ രാവിലെ ഒരു കാലി ചായ കുടിക്കും നേരത്തെ. പിന്നെ അത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇവർ എന്താ വെച്ചാൽ ചോറാണ് തിന്നുക. അതായത് കാന, നേപ്പാളി കാന.
പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഒരു 2 മണി 3 മണിയൊക്കെ ആകുമ്പോൾ ഒരു മോമോസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കഴിക്കുക. പിന്നെ രാത്രി വീണ്ടും 8 മണി 9 മണിയൊക്കെ ആകുമ്പോൾ ഒരു ചോറും കഴിക്കാതാണ്. അപ്പോൾ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടണ ഇവിടെ നോക്കിയിട്ട് കിട്ടുന്നില്ല. അപ്പോൾ നമ്മളിവിടെ ചെറിയ കടയിൽ കയറിയിട്ട് ഇനി ഇവിടെ എന്തെങ്കിലും കുറച്ച് ബണ്ണും സാധനങ്ങളൊക്കെയോ പിന്നെ ചായയോ പിന്നെ കുറച്ച് പഴമോ മുട്ടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ അപ്പൂപ്പനാണ് ഇവിടെ ഉള്ളത്. समोसा ओ खाएगा ये क्या है तकारी 3 पूरी करी करी पूरी है ना ओ किसका साथ खाएगा ये समोसा खाएगा पूरी में खाएगा ഓക്കെ ठीक है ആ പൂരി സമൂസേൻ്റെ കൂടെ തിന്നണത് കറി ഇവിടെ ഉണ്ടോ. ഇവിടെ ഈ ജിലേബി സമൂസ പിന്നെ വേറെ എന്തൊക്കെ കുറച്ച് സ്നാക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ എടുത്ത് കഴിക്കാം. എടുത്ത് കഴിച്ചു നോക്കാം. പിന്നെ എന്താണ് ആണോ ഡോണറ്റ് ഇവിടുത്തെ ലോക്കൽ ഡോണറ്റ്. അപ്പോൾ നമുക്കതും കഴിച്ചു നോക്കാം. പിന്നെ പൂരിക്ക് വേണ്ട പൂരിക്കുള്ള കറി എടുക്കുന്നുണ്ട്. പൂരി ഉണ്ടാക്കുന്നുണ്ട് അവിടെ. ഇതിന്റെ കൂടെ ഈ കറി കഴിക്കുമോ? ഈ ജിലേബി പോലെ ആണോ ഒരു സാധനം ഉണ്ട്. പിന്നെ ഇതിപ്പോ എന്ത് പോലെയാണ് ഇത് നമ്മളെ മറ്റേ ഇതില്ലേ നമ്മുടെ മറ്റേ ഒരു കേക്ക് ഇല്ലേ പാൽ കേക്ക് പോലെ ഉണ്ട്. അതിന്റെ വേറെ രീതിക്ക് പരത്തി വെച്ചൊന്നും ഇതും വേറെ റോള് സാധനം. ഇതൊക്കെ മധുരമുള്ള സാധനങ്ങളാട്ടോ. അപ്പൊ നമുക്ക് കഴിച്ചു നോക്കാം. നമ്മൾ ആ സാധനം കഴിച്ചു. അപ്പോൾ ഈ സാധനത്തിൽ കുറച്ച് ഓയിൽ കൂടുതലുള്ള വരുന്നുണ്ട്. ബാക്കിയുള്ള സാധനമൊക്കെ നമ്മുടെ ജിലേബി പോലെയുണ്ട്, നമ്മുടെ പാൽ കേക്ക് പോലെയുണ്ട്. പിന്നെ ഇത് കണ്ട ഈ ഒരു ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തട്ടുന്തിലാനൊക്കെ മറ്റേ മരത്തിൻ്റെ ഒരു ചെറിയ ഒരു കട കേട്ടാണ്. വിടട്ട വണ്ടി പോറ്റി ഹോട്ടൽ കയറാനൊക്കെ അങ്ങനെ കയറി പോകുന്നതാണ് ഞങ്ങൾ. അപ്പോൾ അപ്പൂപ്പൻ ചായയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഇവിടെ. എന്തായാലും അതൊക്കെ ഇവരും പിന്നെ ഗ്യാസ് സ്റ്റവും സാധനങ്ങളും. ഇവിടുത്തെ ചായക്ക് എന്താ പ്രത്യേകത വെച്ചാൽ ഇവരുണ്ടാക്കുക ഈ പാലും ചായപ്പൊടിയും പഞ്ചസാര എല്ലാം കൂടെ ഇട്ടിട്ട് അങ്ങോട്ട് തിളപ്പിക്കും. അല്ല ഒരുമിച്ചാണ് തിളപ്പിക്കും ഇവിടെ. അങ്ങനെ തിളച്ചിട്ട് അത് തരാം. ഇപ്പം നിങ്ങൾ മധുരമില്ലാത്ത ചായ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് അവർക്ക് വേറെ തിളപ്പിക്കണം. ആ അവിടെ പഞ്ചസാര ഇട്ടിട്ടാണ് ചായ തിളപ്പിക്കുക. രാജേഷേട്ടൻ വീണ്ടും ജിലേബി എടുത്തു. നമുക്ക് ജിലേബി ഭയങ്കര ഇഷ്ടപ്പെട്ടുണ്ട് കേട്ടോ. ഇവിടെ ലൈറ്റ് ഇല്ല. എങ്ങനെയുണ്ട് ജിലേബി? നിങ്ങൾ പറയും അച്ച ജിലേബി. നിങ്ങൾ നാട്ടിൽ നിന്ന് ജിലേബി കഴിക്കില്ല? നാട്ടിൽ നിന്ന് ഞാൻ കഴിക്കാറില്ല. നേപ്പാളിലെ ജിലേബിയാണ് എനിക്കിഷ്ടം. इंटरव्यू नाम क्या है आपका? जयमंगल पांडे. जयमंगल पांडे. हाँ आपका घर भी ये है? नहीं भाड़ा का भाड़ा किराए में. ആ ഇതാളുടെ പിന്നെ കട മാത്രം കേട്ടോ അത്. ആ ഇത് വാടകയ്ക്ക് എടുത്ത് നടത്തണത്. വീട് വേറെ ഏതോ സ്ഥലത്താണ്. അപ്പോൾ നമ്മളൊക്കെ അവിടത്തൊക്കെ തന്നെ ഒരു അങ്ങാടി പോലൊക്കെ തന്നെ ഇവിടുത്തെ. ആ അതായത് രീതികളൊക്കെ സെയിം തന്നെ, കാഴ്ചയിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവുന്നുള്ളൂ. ഇവിടെ ഉണ്ട് അവിടെ ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡൊക്കെ ഉണ്ട്. ഓട്ടോറിക്ഷ അടക്കം ഉണ്ട് അവിടെ. ഒരാളിരുന്നിട്ട് മറ്റേ കടന് മുന്നിലിരുന്ന് പത്രം വായിക്കുന്നുണ്ട്. കടന് മുന്നിൽ കണ്ട ബെഞ്ചുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ രീതികളൊക്കെ നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ, പക്ഷെ മൊത്തത്തിൽ കാഴ്ചയിലൊരു വ്യത്യാസമുണ്ട്. ആ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാവും പഴയ ബിൽഡിങ്ങുകളാണ്, പഴയ രീതികളുടെ ബിൽഡിങ്ങാണ്. അപ്പോൾ നമ്മൾ ഈ ജയ് ശ്രീറാം മിഠായി പസൽ എന്ന് പറയുന്നത്, അതായത് ആ മിഠായി കട സ്വീറ്റ് സ്റ്റാളോ തർപ്പു എന്ന് പറഞ്ഞ ആ സ്ഥലത്തുള്ള അതിനാണ് ഫുഡൊക്കെ അടിച്ചത്. ഇനി നമുക്ക് പോവാണ്. പിന്നെ എന്തൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഓക്കെ ജയകാം. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് ഈ നേപ്പാളിൽ എത്തിക്കഴിഞ്ഞാലും ഒരു വിദേശ രാജ്യത്ത് പോയ വേറെ രാജ്യം എന്നുള്ള ഫീലൊന്നും വരില്ല. കാരണം ഈ നേപ്പാളിയുടെ ലിപിയും പിന്നെ ഹിന്ദിയുടെ ലിപിയും ഏകദേശം ഒരുപോലെ തന്നെ, മിക്കവാറും ഒരുപോലെ സെയിം തന്നെയാണ്. ആ കുറേയൊക്കെ നമുക്ക് വായിക്കാം. അപ്പോൾ നമുക്ക് നമ്മളേതോ ഇന്ത്യൻ്റെ ഒരു നോർത്ത് ഇന്ത്യൻ ഭാഗത്തൊക്കെ പോയ ഒരു ഫീലാണ്. പിന്നെ ഭൂപ്രകൃതിയും പിന്നെ ആൾക്കാർ കാണുന്നതിലൊക്കെ ഏകദേശം അതുപോലെയൊക്കെ തന്നെ. അപ്പോൾ നമ്മളിങ്ങനെ ചിത്വൻ പോകുന്ന വഴി ഇപ്പോൾ താഴത്തൊരു പുഴ ഉണ്ടായിരുന്നു, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ക്യാമറ എടുത്തത്. മർസംഗ്ദി എന്ന് പറഞ്ഞ ഒരു പുഴയുണ്ട് ഇപ്പോൾ താഴെ കാണാൻ കേട്ടോ. അതങ്ങ് ദൂരെ കാണാം, അത് പറന്ന് കിടക്കാണ്. ദൂരെ പുഴ കാണാം നമുക്ക്.
പിന്നെന്താ വെച്ചാലേ നമ്മൾ ഈ നേപ്പാളിക്ക് വരുമ്പോൾ വേണമെങ്കിൽ നമുക്ക് സ്വന്തം വണ്ടി കൊണ്ട് വരാം, നമ്മളെ വണ്ടി കൊണ്ട് നമുക്ക് വരാം. അതല്ലെങ്കിൽ ഈവൻ എനിക്ക് ടാക്സി ആണെങ്കിലും നമുക്ക് പെർമിറ്റ് എടുത്ത് വരാൻ പറ്റുമെന്ന് തോന്നുന്നത് അവിടെ നിന്ന്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശരിക്കും ഇവിടെ വണ്ടിയുടെ ചാർജ് വളരെ കുറവായിരിക്കും കേട്ടോ. ഇവിടെ പൊതുവേ ഈ ടാക്സിക്കൊക്കെ ചാർജ് കൂടുതലാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ പൊതുവേ വണ്ടിക്കൊക്കെ തന്നെ ഭയങ്കര വിലയാണ്. അതായത് ഈ ഒരു സ്കോർപ്പിയോക്കൊക്കെ തന്നെ ഇവിടെ എത്ര 75 ലക്ഷമോ? അതല്ല, വണ്ടിയുടെ വില പറഞ്ഞതേ 75 ലക്ഷത്തോളം ഇവിടുത്തെ പൈസ വരും. അതിപ്പോൾ ഈവൻ നമ്മളവിടേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല നമ്മളവിടുത്തെ റേറ്റും ഇവിടുത്തെ വണ്ടിയുടെ റേറ്റും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഇരട്ടിയുടെ അടുത്ത് വില വരുന്നുണ്ട് ഇവിടെ വണ്ടിക്ക് തോന്നുന്നു. അപ്പോൾ അത് കാരണം ഇവിടെ ടാക്സി ചാർജൊക്കെ പൊതുവെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ സ്വന്തം വണ്ടി കൊണ്ട് വരാനുള്ള ഒരു സെറ്റപ്പാണെങ്കിൽ അതാണ് ഏറ്റവും അടിപൊളി. കാരണം ഇവിടെ അങ്ങനെ ട്രാവൽ ചെയ്യാൻ വേറെ ബുദ്ധിമുട്ടുകളോ വേറെ പ്രശ്നങ്ങളോ ഇവിടെ ചെക്കിങ്ങിന് അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നങ്ങളോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ആളുകൾ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുമെങ്കിലോ അല്ലെങ്കിൽ ടാക്സി ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് UP-ന്ന് ഈ ഗോരഖ്പൂർ നിന്നൊക്കെ തന്നെ നേപ്പാളിക്കൊക്കെ വരാൻ വേണ്ടി ടാക്സിക്കാരന് തയ്യാറാണ്. കാരണം നേപ്പാളി പെർമിറ്റുള്ള ടാക്സികൾ ഞങ്ങൾ ഇങ്ങോട്ട് ഗോരഖ്പൂരിൽ നിന്ന് നമ്മൾ സൊനോലി വരുമ്പോൾ തന്നെ ആ പയ്യൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ നേപ്പാളി പെർമിറ്റുള്ള വണ്ടിയാണെന്നൊക്കെ അവൻ പറയണ്ടായിരുന്നു. അപ്പോൾ നേപ്പാളി പെർമിറ്റ് എടുക്കാം, നമുക്ക് നേപ്പാളി പെർമിറ്റ് അവർ വണ്ടി എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ടാക്സിയിൽ അങ്ങനെ അവിടെ നിന്ന് എടുത്ത് കറങ്ങുന്നത് ഒരു ഓപ്ഷനാണ് കേട്ടോ. തൊനഹു അത് തൊനഹു എന്ന് പറയുന്ന ജില്ലയുടെ സദർമുഖാണ്, അതായത് ക്യാപിറ്റൽ സിറ്റിയാണ്. ദമോലി എന്ന് പറയുന്ന സിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ ക്യാപിറ്റലാണ്. ഇവിടെ കുറച്ച് ബിസിയാണ്, ബസ്സുകളൊക്കെ ഉണ്ട് റോഡ് സൈഡിൽ. ബസ് സ്റ്റാൻഡ് ഏവലോ ബസ് സ്റ്റാൻഡ് അവിടെ സൈഡിലുണ്ട് എന്നാ പറയണേ. ബിൽഡിങ്ങുകളൊക്കെ പിന്നെന്താ വെച്ചാൽ എല്ലായിടത്തും മാറ്റങ്ങളുള്ള പോലെ ഇപ്പോൾ നമ്മുടെ കേരളത്തിലൂടെ പോകുമ്പോൾ തന്നെ എല്ലായിടത്തും നമുക്ക് ട്രഡീഷണൽ കേരള ബിൽഡിങ്സ് ഒന്നും കാണിച്ചു കൊടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ലല്ലോ. എല്ലാത്തിലും കോൺക്രീറ്റും സിമെൻറ്റും മിക്സൊക്കെ വരില്ല. പിന്നെ അതിൽ കുറച്ച് സാധനങ്ങൾ ഇവിടുത്തെ നമ്മുടെ പഴയ സാധനങ്ങൾ ഉണ്ടാവും എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ എല്ലായിടത്തും കിട്ടും. നേപ്പാളിലും മാറ്റങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പോൾ കോൺക്രീറ്റ് ബിൽഡിങ്ങുകളൊക്കെയാണ് നമ്മളിവിടെ അധികം കാണുന്നത്. പക്ഷേ ഈ ഗ്രാമങ്ങളിലൊക്കെ നമുക്ക് ദൂരെ നിന്ന് കാണാട്ടെ, ഇങ്ങനെ മണ്ണുകൊണ്ടുള്ള വീടും ഇഷ്ടിക കൊണ്ടുള്ള വീടും ഒക്കെ നമുക്ക് ഇഷ്ടംപോലെ കാണാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്നത് ഡുംബ്രി ബസാർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് കൂടെയാണ്. ഡുംബ്രി ബസാർ അത്ര. അപ്പോൾ ഈ ജില്ലയിലെ വേറൊരു വലിയ ടൗണാണിത്. ഇതിന് തൊട്ട് മുന്നേ ബന്ദിപ്പൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട് കേട്ടോ. അത് പിന്നെ റാണി ഓഫ് എന്തായിരുന്നു പഹാഡ്ക റാണി എന്നാണ് ആ ബന്ദിപ്പൂരിനെ പറയപ്പെടുന്നത്. അങ്ങോട്ടൊരു ഗേറ്റൊക്കെ ഉണ്ട്. അതെന്ന് വെച്ചാൽ ഒരു ഹിൽ സ്റ്റേഷനാണ്. അവിടെ മുകളിൽ നമ്മളവിടെ പോവുകയാണെങ്കിൽ അവിടെ ശരിക്കും ഒരു ദിവസമൊക്കെ തങ്ങിയിട്ട് അവിടെ ഹോട്ടൽസ് നിന്ന് പോലെ റൂംസൊക്കെ കിട്ടും. അവിടെ തങ്ങിയിട്ട് സൺറൈസൊക്കെ കണ്ടു പോരണം എന്നാണ് ആൾ പറയുന്നത്. പക്ഷെ നമ്മളിപ്പോൾ അത് പോകുന്നില്ല, നമ്മൾ ചിത്വാനി നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മർസങ്തി എന്ന് പറയുന്ന ആ പുഴയാണ് കേട്ടോ. അതിലൊരു ഡാമൊക്കെ ഉണ്ട് അവിടെ. NEA क्या है नेपाल? NEA इलेक्ट्रिसिटी अथॉरिटी है ना? NEA बिल्कुल NEA എന്ന് പറഞ്ഞാൽ നേപ്പാൾ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ ഇതാണെന്നാണ് പറയുന്നത്. അവിടെ ഡാമും ഒരു ചെറിയ പിന്നെ പവർ സ്റ്റേഷനൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു നദീൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന വഴിയിലാണ്. ഈ നദീൻ്റെ ഒരു ഭാഗത്താണ് കുറച്ച് മുന്നേ ഇവിടെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു ഇന്ത്യൻ ബസ്സും ഒരു നേപ്പാളി ബസ്സും കൊണ്ടോ ഈ റോട്ടിൽ നിന്ന് പുഴയിലേക്ക് വേണ്ടിയിട്ടേ അത് കുറച്ച് ആളുകൾ മരിക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു, നമ്മളവിടെ ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു സാധനം. ഈ പുഴയുടെ തീരത്തൊക്കെ അവിടെ ഇങ്ങനെ അവരുടെ ട്രഡീഷണൽ സ്റ്റൈലിലുള്ള വീടുകളൊക്കെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചിത്വാനിൽ പോകുന്ന വഴിയിട്ടേ അമ്പു സൗരേനിയോ എന്താ ഒരു മിനിറ്റ് ജഗക്ക നമുക്ക് അമ്പുഖൈരണി. അങ്ങനെ നമ്മൾ ചിത്വാനിൽ പോകുന്ന വഴിയിലേ നമ്മൾ അമ്പുഖൈരണി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഏകദേശം ചിത്വാൻ്റെ അടുത്തുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ സോർജ് ഭായിൻ്റെ ഭാര്യ വീടൊക്കെ ഈ ഭാഗത്താണ്. അപ്പോൾ നമ്മൾ വരുന്ന വഴി മൂപ്പൻ്റെ ഭാര്യ വീട്ടിലൊക്കെ ഒന്ന് കയറിയിട്ടുണ്ടായി.
അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ആൾ നമ്മളിവിടെ ഹോട്ടലിൽ കൊടുത്തത് നമ്മൾ ബീഫ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ. അപ്പോൾ ആ ബീഫ് ഇവിടുത്തെ എങ്ങനെയുണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടേ വെറുതെ ഒന്ന് കയറിപ്പോയി നോക്കാണ്. നല്ല അടിപൊളിയാണെന്നൊക്കെയാണ് സൂരജ് ഭായി പറയുന്നത്. അവരുടെ ടേസ്റ്റിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ജസ്റ്റ് ഒന്ന്. അത് നമ്മുടെ സൂരജ് ഭായിൻ്റെ നാട്ടിൽ മൂപ്പരുടെ സജഷൻ പ്രകാരം കേട്ടോ. അവിടെ മൂപ്പരെ മുഖത്ത് നോക്കിയാൽ മൂപ്പര് അടിപൊളി സാധനം സജസ്റ്റ് ചെയ്ത ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ മൂപ്പരെ മുഖത്ത്. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഇതാ ബീഫ് അങ്ങനെ കഷ്ണമാക്കിയിട്ട് പരട്ടി വെച്ചിട്ടുണ്ട്. ബഫല്ലോ എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ പയറ് വമ്പയറാണോ വമ്പയർ പോലെ സാധനം. ഏക്കാ ആലു വേന अचार है അച്ചാർ അച്ചാർ റാഡിഷ് ആ മുള്ളങ്കി റാഡിഷ് കൊണ്ടുള്ള അച്ചാറ്. പിന്നെ അവലുണ്ട്. പൊട്ടാറ്റോ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയ സാധനം. അപ്പോൾ അത് വെച്ച് നമുക്ക് കഴിച്ചു നോക്കാം. छोला इसका नाम छोला ओके इसका नाम पोटैटो फ्राई ओ और ये वाला पीनट नहीं बटर क्या बनेगा सोयाबीन हाँ सोयाबीन डिश का नाम क्या है ये तो बटर फ्राई सारे का ബഡ്മാസ് ആണ് ഇത്രയും. ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ എന്തായാലും കഴിച്ചോട്ടെ. അപ്പോൾ ഈ ബീഫ് പറഞ്ഞാൽ ഇത് ബീഫ് ഡ്രൈ ചെയ്തിട്ട് ഉണക്കിയിട്ടുണ്ടാക്കുന്നതാണ്. പിന്നെ അതെന്താ വെച്ചാൽ നമ്മളവിടെ ചൂട് ബീഫ് എന്നല്ല ഇവിടെ, ഇത് തണുത്ത സാധനമാണ്, തണുത്തൊരു ഡിഷാണ്, തണുപ്പുള്ള ഡിഷാണ്. അപ്പോൾ അതിന് കുറച്ചൊരു ബലം ഉണ്ടാവും. ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ്. നമ്മളവിടുത്തെ ബീഫ് ഫ്രൈൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞില്ല, ഇവിടുത്തെ ഡിഫറെൻറ്റ് ടേസ്റ്റ്. അത് എക്സ്പീരിയൻസ് ചെയ്താണ് നല്ല രസം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അവരും കഴിക്കണം നമ്മൾ. അപ്പോൾ ബീഫിൻ്റെ വേറെ ഐറ്റം കൊടുത്തിട്ടുണ്ട്, സുഗുച്ചി എന്നാണ് പറഞ്ഞത്, സുഗുച്ചി എന്നാണ് പറഞ്ഞത്. ഇത് പക്ഷേ എന്താ വെച്ചാൽ ഞാൻ കഴിച്ചില്ല, സോഫ്റ്റ് എന്നാണ് പറയുന്നത്, ചൂടുണ്ട്, ചൂടുള്ള ഐറ്റമാണിത്. ഇത് മറ്റേനെക്കാട്ടി സോഫ്റ്റാണ്. ശരിക്കും നമുക്കൊക്കെ ഇതാണ് കൂടുതൽ ഇഷ്ടപ്പെടുക അല്ലേ? ഇനിയിപ്പോൾ ഇത് തികയില്ലല്ലോ. എന്നാലും ഇതിനൊരു സ്മോക്കി ടേസ്റ്റ് ഉണ്ട്. ഇത് പുകയിട്ട് വെച്ചിട്ടേ ആണ് ചെയ്യുന്നത്. സെയിം ബീഫ് തന്നെ ആയിരിക്കും, അതായത് ഒക്കെ ഉണക്കിയിട്ടുണ്ടാക്കുന്ന ബീഫ് തന്നെ ആയിരിക്കും ഇവിടെ. അപ്പോൾ ഈ നമ്മുടെ എന്താണ് സോയാബീൻ്റെ ഈ ഒരു ഡിഷ് ഉണ്ടല്ലോ, ഇത് നമ്മൾ കാണുന്ന പോലെയല്ല കേട്ടോ. അത് കണ്ടു കഴിഞ്ഞാൽ വെറുതെ സോയാബീൻ പുഴുങ്ങി വെച്ച സാധനം തോന്നും, പക്ഷേ ഇത് വറുത്ത സാധനമാണ്, നമ്മളെ കടലൊക്കെ പോലെ ഉണ്ടാവും. എന്നിട്ട് അതിൽ വെളുത്തുള്ളി, പച്ചമുളക്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും മല്ലിച്ചപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട്. അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അതെ, ഇതിന്റെ ഈ ഗ്രേവി നന്നായിട്ട് പുരട്ടിയിട്ട് കഴിച്ചാൽ കുറച്ചും കൂടി ഇതിന്റെ ആ ഒരു സ്മോക്കി ടേസ്റ്റ് മാറിയിട്ട് ഒരു ഫീൽ കിട്ടും. അല്ല ഈ ബീഫാണെങ്കിൽ പോലും നമ്മൾ ഈ തണുത്ത ഇത് അധികം കഴിക്കാതെ നമ്മൾ ആദ്യം ഞാൻ പീസ് വെച്ചപ്പോഴേ എനിക്ക് അത്ര ഒരു രസമായി തോന്നില്ല. പിന്നെ അങ്ങനെ കുറേ നേരം കഴിച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഡിഫറെൻറ്റ് ടേസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ള ആ ഒരു ഫീലും കൂടെ ഉണ്ടല്ലോ, അടിപൊളി സാധനം. അതിനകത്ത് കൂടെ ഒരു പോർക്കിൻ്റെ ഡിഷും കൂടെ കിട്ടിയിട്ടുണ്ട്. इसका नाम क्या है? पोर्क डिश का नाम बुंगुल फ्राई. बुंगुल फ्राई എന്നാ പറഞ്ഞു കേട്ടോ. ബുങ്കുൽ മീൻസ് പോർക്ക്, ബുങ്കൂർ. അത് നേപ്പാളീസിൽ ബുങ്കൂർ എന്ന് പറഞ്ഞാണ്. ബുങ്കൂർ ഫ്രൈ, പോർക്ക് ഫ്രൈ അത്രേ ഉള്ളൂ. പക്ഷെ ഇവിടുത്തെ ടേസ്റ്റിലായിരിക്കും. അത് രാട്ടേട്ടാ അങ്ങനെ ഉണ്ട്. ഒരു കട്ട് കൊടുത്തിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട്. എന്താ നിങ്ങൾ കഴിച്ചിട്ട് എന്താ അഭിപ്രായം? ആണോ? അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്, അതായത് നോൺ വെജ് ഉണ്ട്, വെജ് ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. അടിപൊളി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ ഒരു ആക്സിഡൻ്റ് ആയി, പുഴയുടെ പക്കത്ത് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായ സ്ഥലം. അപ്പോൾ ആ ബസ് ഉണ്ടോ ആക്സിഡൻ്റ് ആയിട്ട് ഇപ്പോഴും അത് അവിടെ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. അതാണ് സംഭവം. അപ്പോൾ നമ്മൾ പോകുന്ന റോഡിൻ്റെ വഴിയിലാണ്. ഇതിൽ കുറേ മരണമൊക്കെ സംഭവിച്ചാണ് ഇവിടെ. അപ്പോൾ എന്തായാലും ഇവിടെ ശരിക്കും റോഡിന് ഇതിനൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. എങ്ങനെയാണാവോ രാത്രി ഡ്രൈവർ എന്തെങ്കിലും ഉറങ്ങിപ്പോയതോ അങ്ങനെ എന്തെങ്കിലും സംഭവം ആയിരിക്കാം ചിലപ്പോൾ. പിന്നെ ബാരിക്കേഡൊക്കെ ഇല്ല എന്നുള്ളൊരു പ്രശ്നമുള്ളൂ. പക്ഷേ അതൊക്കെ തകർത്തിട്ടാണ് പോയിരിക്കുന്നതുകൊണ്ട്, ചെറിയ കൽബാട്ടൊക്കെ തകർത്തിട്ടാണ് പോയിരിക്കുന്നതുകൊണ്ട്. ആണ് താഴെ പുഴയാണ്, അതാണ് സംഭവം. ഇവിടെ ഒരു വെള്ളച്ചാട്ടം, ശരിക്കും നല്ലൊരു അടിപൊളി വെള്ളച്ചാട്ടം കേട്ടോ. അപ്പോൾ നമുക്കന്ന് കുളിക്കുകയൊക്കെ ചെയ്യാവാണെങ്കിൽ അവിടെ നിന്ന് ദൂരെ നിന്ന് ചാടി വരുന്നുണ്ട്. അയിന പൊഹറ എന്ന് പറഞ്ഞ സ്ഥലമാണത്. പൊഹറ മീൻസ് ക്യാ പഹാഡ്. പൊഹറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുന്ന്, മല. ഇപ്പം നമ്മൾ
രണ്ട് നമ്മൾ പോകുന്നത് ഗണ്ഡകി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലൂടെയാണ്. ഗർഗതി പ്രദേശ് എന്ന് പറഞ്ഞാൽ അതായത് ഒരു പ്രൊവിൻസ്, ഇവിടുത്തെ ഒരു സ്റ്റേറ്റ്. ഈ പാലം കടന്നിട്ട് നമ്മൾ അടുത്തത് കൊൻസ പ്രൊവിൻസ് ഏവല ഭഗവതി ഭഗവതി എന്ന് പറയുന്ന ബാഗ്മതി എന്ന് പറയുന്ന അടുത്തൊരു സ്റ്റേറ്റിലേക്കാണ് നമ്മൾ ഈ പാലം കടന്നു പോകുന്നത്. ചിത്വൻ ഡിസ്ട്രിക്റ്റ് ആണ്. അപ്പോൾ ബാഗ്മതിയിലെ ചിത്വൻ ഡിസ്ട്രിക്റ്റിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. बागमती स्टेट में बागमती बागमती स्टेट है, जिला चितौन है, डिस्ट्रिक्ट चितौन डिस्ट्रिक्ट इच्छा कामना गाँव पालिका। इसका नाम इच्छा कामना गाँव पालिका। मुगलिन बाजार है ये, मुगलिन बाजार मनकामना के नंदी के मनकामना എന്ന് പറയുന്ന നമ്മുടെ मनकामना जाने के लिए 7 किलोमीटर है इधर से। ഇവിടുന്ന് 7 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മനക്കാമന എത്തും. അവിടെ നമ്മുടെ കേബിൾ കാർ സ്റ്റേഷനൊക്കെ ഉള്ളത്. ഇത് നമ്മളെ ഈ കാഠ്മണ്ഡുക്ക് ഇങ്ങനെ പോകുന്ന റോഡാട്ടോ. ഇവിടെ നമ്മള് മറ്റേ നമ്മുടെ മുക്തിനാഥിൽ നിന്നും പോകുന്ന പോലെ കണ്ട ഒരു ടെറൈൻ അല്ല. ഇവിടെ നമ്മളെ ഫുള്ള് ഗ്രീനറിയാണ് കേട്ടോ. മരങ്ങളൊക്കെ പച്ചപ്പാണ് നല്ല. പിന്നെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ റോഡിൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ റോഡ് ഇടിഞ്ഞ് വീഴും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരു സ്ഥലത്ത് ആക്സിഡന്റ് ആയ ബസ് ആക്സിഡന്റ് ആയ അതിൻ്റെ പുറത്തൊരു സ്ഥലത്തൊക്കെ ഒരു തവണ ഇതുപോലെ അങ്ങനെ മഴ പെയ്തിട്ട് റോഡ് മൊത്തം പൊളിഞ്ഞു പോയിട്ട് ഒരു ബസ്സൊക്കെ രാത്രി വന്നിട്ട് ആ റോഡിൽ വീണ് കുഴിയിൽ താന്നു പോയി പുഴയ്ക്ക് വീണു എന്നൊക്കെ പറയുന്നത്. അതുപോലെ പല സ്ഥലത്തും ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് കിടക്കുന്നത് കാണാം. അതിപ്പോൾ നമ്മുടെ മറ്റേ റൂട്ടിലുണ്ടായിരുന്നു. ഏത് നമ്മൾ മുക്തിനാഥ് പോയ റൂട്ടിലും അങ്ങനെ തന്നെയാണ് റോഡൊക്കെ. ഇവിടെയൊക്കെ റോഡുകൾ ഈ ഹിൽ സ്റ്റേഷനിലൊക്കെ പൊതുവെ അങ്ങനെ തന്നെ ഇങ്ങനെ റോഡ് ഇടിഞ്ഞ് വീഴും. അപ്പോൾ ഇതിലൂടെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ബ്ലോക്കൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അത് മഴക്കാലത്താണ് അധികം ഉണ്ടാവുക. ഇപ്പോൾ പിന്നെ മഴയൊന്നും ഇല്ലാത്ത കാരണം അത്ര വലിയ സീനില്ല. ഇവിടെയൊക്കെ ഉണ്ടോ മുന്നേപ്പുഴ റോഡൊക്കെ ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞു വീണതാണ്. അതൊക്കെ ഇപ്പോൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താഴത്തേക്ക് അങ്ങനെ ഇടിഞ്ഞു പോയിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവും കേട്ടോ റോഡ് ഇടിയലൊക്കെ.